ഇന്ന് ഞാൻ നിങ്ങളോട് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ഥിരമായിട്ട് കൊറിയർ അയക്കാറും റിസീവ് ചെയ്യാറൊക്കെ ഉണ്ട്. അതുപോലെ ഞങ്ങൾ ഈയിടെയായിട്ട് നമ്മൾ അൽഷിഫ ഹോമിയോ ക്ലിനിക്കിൽ നിന്ന് പൂനെയിലേക്ക് ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ അയച്ചു. അപ്പോൾ ആ മെഡിസിൻ DTDC കൊറിയർ വഴിയാണ് നമ്മൾ അയച്ചത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും അവർക്കത് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ പേഷ്യൻറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്ത സമയത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ അത് മുംബൈയുടെയും പൂനെയുടെയും ഇടയിൽ സ്റ്റക്കായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മൾ DTDC കൊറിയറായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവരത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇതിനിടയിൽ നമ്മുടെ ക്ലിനിക്ക് നമ്പറിലേക്ക് ഒരു കോൾ വന്നു. അതായത് നിങ്ങളുടെ അഡ്രസ്സ് തെറ്റായിരുന്നു, കൊടുത്ത അഡ്രസ്സ് തെറ്റായിരുന്നു. അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലേക്കൊരു ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി അഡ്രസ്സ് ക്ലിയർ ആക്കി കൊടുക്കണമെന്ന്. സ്വാഭാവികമായിട്ടും നമ്മുടെ പേഷ്യൻറ്റിന് മെഡിസിൻ കിട്ടിയിട്ടുമില്ല, നമ്മൾ അയച്ചും ചെയ്തു. ഈ ട്രാക്കിങ്ങിൽ ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്നത് കാണുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്തായാലും അത് ചെയ്യും. അപ്പോൾ ആ വാട്സപ്പിൽ വന്ന ആ ലിങ്ക് നോക്കുന്ന സമയത്ത് അതൊരു APK ഫയലായിട്ടാണ് അവർ സെൻഡ് ചെയ്തത്. ആ സമയത്ത് തന്നെ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തില്ല. അപ്പോൾ നേരിട്ട് ഡയറക്റ്റ് DTDC ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ അവർ OTP അല്ലെങ്കിൽ മറ്റ് ലിങ്കുകളൊന്നും അയക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് ജസ്റ്റ് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ പൈസ പോവുകയോ അല്ലെങ്കിൽ ബാക്കി നമ്പറുകളിലേക്ക് നമ്മളെ ഫോണിൽ നിന്ന് നമ്മൾ അയക്കുന്ന രീതിയിൽ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ പോകാറുണ്ട്. ഇങ്ങനത്തെ അനുഭവങ്ങൾ ധാരാളം അടുത്ത് നമ്മുടെ ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കുമൊക്കെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെ കാണിക്കുന്ന പേഷ്യൻസ് അവർക്ക് മെഡിസിൻ അയച്ചു കൊടുക്കുമ്പോൾ അവർ റിസീവ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഇതുപോലത്തെ മെസ്സേജുകളൊന്നോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യരുത്. ഡയറക്റ്റായിട്ട് ആ കൊറിയർ സർവീസിനോ അല്ലെങ്കിൽ നമ്മളെയോ കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം അതിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഫ്രോഡ് ആക്ടിവിറ്റി നമ്മുടെ സമൂഹത്തിൽ ധാരാളം നടക്കുന്നുണ്ട്. നമ്മൾക്ക് വന്ന ഒരു മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിതിൽ കാണിക്കാം. ഇങ്ങനെയാണ് ഫയൽ വന്നത്. .apk എന്ന ഫയൽ വന്നാൽ അതൊരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെയോ ലിങ്കാണ്. അതൊരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഈ കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇടപെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീട്ടിലുള്ളവർക്കും ഈ ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുക്കേണ്ടതാണ്.